രജനീകാന്ത് അദ്ദേഹത്തിന്റെ മൂവിയിലേക്കൊന്ന് പോവുകയും അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടതായിരുന്നു. എന്നിട്ട് പേര് തന്നെ എന്തോ മാറ്റി, രജനി ശ്രീന്നോ അല്ലെ, രജനി ശ്രീ എന്നുള്ള പേരിലായിരുന്നു അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പിന്നിലത്തെ കഥകൾ എന്തൊക്കെയാ? അത് മുത്തു എന്ന് പറഞ്ഞ ഫിലിമിന് വേണ്ടിയിട്ടാണ്. മുത്തുവല്ല, വീര എന്ന് പറഞ്ഞ പടത്തിലാണ് അഭിനയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് പഞ്ചു അരുണാചലം സാറ്, അറിയാവോ, കേട്ടിട്ടുണ്ട് പഞ്ചു അരുണ, പുള്ളി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ സുബു പഞ്ചു എന്ന് പറഞ്ഞ മറ്റേ ഡെയ്സി എന്നൊക്കെ പറഞ്ഞ ഫിലിമില്ലേ, ഡെയ്സിയിലെ അഭിനയിച്ചിട്ടുണ്ട്, ഒരു ബോംബ് എന്നൊക്കെ പറഞ്ഞ പയ്യൻ, ആ പയ്യൻ അതിലുള്ളത്, പഞ്ചു സാറിന്റെ മകനാണത്. അപ്പോൾ ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ പോയി. അങ്ങനെ പഞ്ചു സാർ വിളിച്ചു, രജനി സാർ വന്നു, ഫാൽബോ ഒക്കെ കണ്ട് ഓക്കെ പറഞ്ഞു. അങ്ങനെ അഭിനയിക്കാനുള്ള കാര്യത്തിൽ വന്നപ്പോഴത്തേക്കും KS രവികുമാർ പിന്നെ പറഞ്ഞു, മന്നന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്താണ് ആദ്യം ഞാൻ കാണുന്നത്. അപ്പൊ പറഞ്ഞു, ഖുഷ്ബു പോലെ ഇരിക്കുന്ന പെണ്ണല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോട്ടോസ് കാണുമ്പോൾ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഖുഷ്ബുമാർ ഇരിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ വേറെ ഒന്നും വേണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മന്നന്റെ ഇടയിൽ കണ്ട കാരണം ഞാൻ പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നത് മൈസൂർ വെച്ചിട്ടാണ്. മൈസൂർ വെച്ച് കാണുമ്പോഴത്തേക്കും അദ്ദേഹം മുത്തൂല് തന്നെ പറയുന്നു. അപ്പോൾ മുത്തൂല് ഓൾറെഡി അദ്ദേഹം പറയുന്ന സമയത്ത് KS രവികുമാർ നമ്മുടെ അവിടുത്തെ മാലാ സിൻഹ എന്ന് പറഞ്ഞ കന്നഡത്തിലെ ആക്ട്രസ് ഉണ്ട്, അവരുടെ സിസ്റ്ററിനെ ഓൾറെഡി പറഞ്ഞു പോയി. ജെന്റിൽമാനിലൊക്കെ ഒരു പെണ്ണ് അഭിനയിച്ചില്ല സെക്കൻഡ് ആയിട്ട്. അപ്പൊ ആ പെണ്ണ് ഡയറക്ടർ ഫിക്സ് ചെയ്ത് പോയി.